കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിമിശിഹ പള്ളിയിലെ ദുരൂഹത ഒളിഞ്ഞിരിക്കുന്ന കല്ലറ. നാട്ടുകാർക്കും ഇടവക വിശ്വാസികൾക്കും ആശങ്കയുടെ മണിക്കൂറുകൾ. 38-ാം നമ്പർ കല്ലറയ്ക്കുള്ളിൽ മൂന്നാമതൊരു മൃതദേഹം അടക്കം ചെയ്തിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അതാരുടേതാണ്? RDOയുടെ അനുമതി ലഭിച്ചതോടെ കല്ലറ തുറന്ന് പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. പോലീസ് സർജനും ഫോറൻസിക് വിദഗ്ധരും ഉൾപ്പെടുന്ന സംഘം ബുധനാഴ്ച രാവിലെ 10 മണിയോടെ പരിശോധന ആരംഭിക്കുമെന്നാണ് വിവരം. 2006-ലും 2015-ലും മൃതദേഹങ്ങൾ സംസ്കരിച്ച കല്ലറയിൽ മൂന്നാമൊരു മൃതദേഹം കൂടി ഉണ്ടെന്നാണ് പള്ളി കമ്മിറ്റിക്കാർ പറയുന്നത്. ഇതിനിടെ കോഴിക്കോട് വിലങ്ങാട് നിന്നും കാണാതായ സിജോസ് കറിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള കണ്ണൂർ അയ്യൻകുന്ന് വാണിയപ്പാറ ഉണ്ണിയേശു പള്ളി സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറ തുറന്നു പരിശോധിക്കാൻ അനുമതിയായി. പോലീസിന്റെ അപേക്ഷ RDO അംഗീകരിച്ചു. കല്ലറ തുറന്നു പരിശോധിക്കാൻ പോലീസ് സർജനും ഫോറൻസിക് വിദഗ്ധരും സംഘത്തിലുണ്ടാകും. 2020-ൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സിജോ സക്രയുടെ മൃതദേഹമാണ് രണ്ടാമത്തേതെന്ന് സംശയമുന്നയിച്ച് കുടുംബം രംഗത്തെത്തിയതോടെയാണ് സംഭവത്തിൽ വഴിത്തിരിവായത്. കുടുംബം DGPക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയതിന് പിന്നാലെയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. കണ്ണൂർ, കോഴിക്കോട് റൂറൽ SP-മാർക്കാണ് അന്വേഷണ ചുമതല. കല്ലറ തുറക്കുന്നതിന് മുന്നോടിയായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി പള്ളി വികാരിയെയും പള്ളി കമ്മിറ്റി ഭാരവാഹികളുമായി ചർച്ച നടത്തിയിരുന്നു. കല്ലറയിൽ കണ്ട പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ നിലയിലുള്ള വസ്തു തുറന്ന് പരിശോധിക്കണമെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികളും പള്ളി വികാരിയും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കല്ലറ തുറന്ന് ശാസ്ത്രീയ പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. കല്ലറയിൽ 3 മൃതദേഹങ്ങൾ ഉണ്ടെന്ന സംശയം വികാരി ഫാദർ ജിൽബർട്ട് കോന്നിയിൽ പ്രകടിപ്പിച്ചിരുന്നു. നിലവിൽ പോലീസ് കാവലിലാണ് കല്ലറ. കഴിഞ്ഞ 13-ന് സംസ്കാര ചടങ്ങിനായി കല്ലറ തുറന്ന ഘട്ടത്തിൽ 2 ശവപ്പെട്ടികൾ ഒരേ നിലയിൽ കണ്ടതാണ് സംശയത്തിന് ഇടയാക്കിയത്. എന്നാൽ ദുരൂഹതയില്ലെന്നും 2006-ലും 2015-ലും അടക്കം ചെയ്തവയാണ് 38-ാം നമ്പർ കല്ലറയിൽ കാണപ്പെട്ട മൃതദേഹങ്ങൾ എന്നായിരുന്നു ആദ്യം പോലീസിന്റെ വാദം. ഇതിനിടയിൽ വാണിയപ്പാറ ഇടവകയിൽ നിന്ന് വിവാഹിതനായ കോഴിക്കോട് വിലങ്ങാട് സ്വദേശി സിജോ സക്രയുടെ തിരോധാനം സംബന്ധിച്ച് കുടുംബം പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് ദുരൂഹത വർദ്ധിച്ചതും അന്വേഷണത്തിന് വേഗം കൈവന്നതും. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.